ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ടാണ്. നിങ്ങൾ അയർലൻഡിലേക്ക് കെയർ വിസയിൽ വരാനിരിക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് സ്ട്രേറ്റ് വീഡിയോയിലേക്ക് പോകാം. ഇപ്പൊ അയർലൻഡിൽ കെയർ വിസയിൽ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. പലരും മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്, എത്രയാണ് സാലറി, ഫാമിലിയെ കൊണ്ടുവരാൻ പറ്റുമോ, ഇപ്പൊ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ. അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് അയർലൻഡ് കെയർ വിസയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ആണ്. ആദ്യം ഞാൻ ഇതിന്റെ ക്വാളിഫിക്കേഷൻ പറയാം. ഇതിനായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് QQI ലെവൽ 5 കോഴ്സ് ആണ്. അല്ലെങ്കിൽ ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിനോട് മീറ്റ് ചെയ്യുന്ന ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് വേണം. ആ ക്വാളിഫിക്കേഷനിൽ നിങ്ങൾക്ക് മിനിമം 1 to 2 years എക്സ്പീരിയൻസ് എങ്കിലും വേണം. നഴ്സസ് ആയിട്ടുള്ളവർക്ക് QQI ലെവൽ 5 കോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ഡൗട്ട് സാലറി ആണ്. സാലറി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്നത് 13 to 15 euro പെർ അവർ ആണ്. അത് ഡിപ്പെൻസ് ഓൺ ദ നഴ്സിംഗ് ഹോം, അതേപോലെ തന്നെ കൗണ്ടിയുടെ ഒക്കെ അനുസരിച്ച് ഡിഫറൻസ് വരുന്നുണ്ട്. HSCയിലാണെങ്കിൽ സ്റ്റാർട്ടിംഗ് സാലറി 15 euro പെർ അവർ ആണ്. അതേപോലെ ഈ ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ജോബിന് കൂടുതലും നഴ്സിംഗ് ഹോംസ് ഒക്കെ ആവശ്യപ്പെടുന്ന സ്കിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Excellent communication skills, kindness, compassion and reliability, good level of English language written and spoken. പിന്നെ പലരുടെയും ഡൗട്ട്സ് ആണ് ഫാമിലിയെ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത്. HSC ആയിട്ട് നിങ്ങൾ അയർലൻഡിൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് ജനറൽ എംപ്ലോയ്മെന്റ് പെർമിറ്റ് ആണ്. ജനറൽ എംപ്ലോയ്മെന്റ് പെർമിറ്റിൽ നിങ്ങൾക്ക് 1 year കഴിയുമ്പോഴത്തേക്ക് ഫാമിലിയെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. നേരത്തെ നിങ്ങളുടെ സ്പൗസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ സാധിക്കത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ആ റൂൾ ചേഞ്ച് ആയി, അവർക്കും വർക്ക് ചെയ്യാം. പക്ഷെ ഞാൻ പലരോടും അന്വേഷിച്ചപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇപ്പൊ 1 year കഴിഞ്ഞ് ഫാമിലിയെ കൊണ്ടുവന്നാലും ഇതിന്റെ പേപ്പർ വർക്കും പ്രോസസ്സിംഗ് എല്ലാം കൂടെ ഓൾമോസ്റ്റ് 1 year കൂടെ എടുക്കും. അപ്പോൾ ഒരു 2 year ഒക്കെ പിടിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി കൊണ്ടുവരുമ്പോഴത്തേക്ക് നിങ്ങളുടെ ആനുവൽ സാലറി എന്ന് പറയുന്നത് 30,000 യൂറോയോ അല്ലെങ്കിൽ അതിന് മുകളിലോ സാലറി വേണം. ഇപ്പൊ അയർലൻഡിൽ വന്ന് 1 year ഒക്കെ ആയവർക്കൊക്കെ ഏകദേശം ആ ഒരു സാലറി കിട്ടുന്നുണ്ട്. പലരും അവരവരുടെ ഫാമിലിയെ കൊണ്ടുവരാനായിട്ടുള്ള പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. പിന്നെ നേഴ്സസ് ആണ് കൂടുതലും വരുന്നത് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ പലരും അതിൻ്റെ ഇടയ്ക്ക് OET ശ്രമങ്ങളൊക്കെ നടത്തി പലർക്കും OET കിട്ടുന്നുണ്ട്. സോ HCA ജോബ് വിട്ടവര് നഴ്സായിട്ട് മൂവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളും അതിന്റെ പ്രോസസ്സിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. സോ അയർലൻഡിൽ HCA ആയിട്ട് വരുന്നവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ട് OET ട്രൈ ചെയ്തിട്ട് പിന്നെ നേഴ്സായിട്ട് കയറുക എന്നുള്ളതാണ്. അതേപോലെ പലരുടെയും ഡൗട്ടാണ് പിന്നെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒക്കെ കാണുമോന്ന്. നിങ്ങൾ നാട്ടിൽ നിന്ന് എങ്ങനെ ചെയ്യുന്നോ അതേപോലെ തന്നെ ആയിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സിങ്ങും. പിന്നെ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിരിക്കും. പിന്നെ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ജോബിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കുറെ സൈറ്റ്സ് ഉണ്ട്. അപ്പം ആ സൈറ്റ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ചിലരൊക്കെ പറയാറുണ്ട് സൈറ്റ്സിൽ അപ്ലൈ ചെയ്താലും റിജക്ട് ആകുന്നുണ്ടെന്ന്. അങ്ങനെയുള്ള കേസിൽ നിങ്ങൾ ഏജൻസി ത്രൂ തന്നെ പോകേണ്ടി വരും. പക്ഷെ നിങ്ങൾ ഏജൻസി ചൂസ് ചെയ്യുമ്പോൾ വൈസായിട്ട് ചൂസ് ചെയ്യുക. കുറച്ച് ഡിലേ ആയാലും നല്ല ഏജൻസി ചൂസ് ചെയ്ത് വരിക. ഇപ്പോൾ ഫ്രീ റിക്രൂട്ട്മെന്റ്സ് ഒക്കെ നടത്തുന്ന ഏജൻസീസ് ഉണ്ട്. അങ്ങനത്തെ ഏജൻസീസ് ചൂസ് ചെയ്യുമെങ്കിൽ അത്രയും നല്ലതായിരിക്കും. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ കൊടുക്കുന്ന എമൗണ്ട് അല്ലാതെ നിങ്ങളുടെ എംപ്ലോയറും ഈ ഏജൻസിക്ക് ഒരു എമൗണ്ട് കൊടുക്കുന്നുണ്ട്. സോ അത് മനസ്സിലാക്കുക നിങ്ങൾ. അല്ലാതെ ഏതെങ്കിലും ഒരു ഏജന്റ് ഇപ്പം 12 lakhs അല്ലെങ്കിൽ 13 lakhs എന്ന് പറയുമ്പോഴത്തേക്ക് അത് എടുത്ത് കൊടുക്കാതെ നന്നായിട്ട് അന്വേഷിച്ചിട്ട് ഈ ഏജൻസി ത്രൂ വരുന്നവർക്കൊക്കെ ജോലി കിട്ടുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചിട്ട് വരിക. അതുകൊണ്ടാണ് ഞാൻ ആർക്കും ഒരു ഏജൻസി സജസ്റ്റ് ചെയ്യാത്തത്. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.